PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് എന്ന ചാപ്റ്ററിനാണ് നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത്. റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് എന്ന റവല്യൂഷണറി പ്രോഡക്റ്റിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ സാധ്യതകളെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റിൻ്റെത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ചേഞ്ചസ്, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, RCCയുടെ വരവോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാഠഭാഗമാണ് റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്. 4 ഭാഗങ്ങളായാണ് ഈ സബ്ജക്റ്റിനെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായും പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റിനെ പറ്റിയും റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റിനെ പറ്റിയും ഡിസൈൻ്റെ ഒബ്ജക്റ്റീവ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീൽ ബാർസ് തുടങ്ങിയ കാര്യങ്ങളാണ്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ അവസാനം പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു റവല്യൂഷണറി പ്രോഡക്റ്റാണ് റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കോൺക്രീറ്റ് മിക്സ് ആയിരുന്നു പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റ്. സിമന്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, വാട്ടർ, പിന്നെ ആവശ്യത്തിന് അഡ്മിക്സ്ചേഴ്സ് തുടങ്ങിയ ആ ഒരു മിശ്രിതത്തെ വിളിച്ച പേരാണ് പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റ്. പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ബ്രിട്ടിൽ നേച്ചർ ഓഫ് ഫെയില്യൂർ ആണ്. അതായത് വളരെ പെട്ടെന്ന് ലോഡ് അതിനകത്ത് ആക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു വാർണിംഗും ഇല്ലാതെ പൊടിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പൊടിഞ്ഞു പോയി ഫെയിൽ ആകുന്ന ഒരു അവസ്ഥ. അതായിരുന്നു പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റിൽ ഏറ്റവും കൂടുതൽ സിവിൽ എഞ്ചിനീയേഴ്സ് നേരിട്ട പ്രധാന പ്രശ്നം. അതായത് അതിനെപ്പറ്റി വിശദമായിട്ട് പഠനം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കോൺക്രീറ്റിന് ടെൻഷൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു ബീം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇതൊരു റെക്റ്റാങ്കുലർ ബീമിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഈ താഴത്തെ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു? വളയുന്ന ഭാഗത്ത് ടെൻഷനും മറ്റു ഭാഗത്ത് കംപ്രഷനുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ടെൻഷൻ ഉണ്ടാകുന്ന ഭാഗത്ത് വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, അതായത് വീക്ക് ഇൻ ടെൻഷൻ എന്നുള്ളതായിരുന്നു പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റിന്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ്. ആ ഡീമെറിറ്റിനെ ഓവർകം ചെയ്യാനായിട്ട് PCC പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റ് മിക്സിനോടൊപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു? സ്റ്റീൽ ബാർസ് ആഡ് ചെയ്ത് കൊടുത്തു. അത് ആഡ് ചെയ്തതിന്റെ ഫലമായിട്ട് ടെൻഷൻ ആര് ക്യാരി ചെയ്യാൻ തുടങ്ങി? ഈ സ്റ്റീൽ ബാർസ് ടെൻഷൻ ക്യാരി ചെയ്യാനായിട്ട് തുടങ്ങി. സ്റ്റീൽ ബാർസ് ടെൻഷൻ ക്യാരി ചെയ്യാൻ തുടങ്ങിയതോടുകൂടി കോൺക്രീറ്റിന് ടെൻസൈൽ സ്ട്രെങ്ത് കൈവന്നു. അങ്ങനെ കോൺക്രീറ്റ് ടെൻഷനിലും കംപ്രഷനിലും സ്ട്രോങ് ആയി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ കോൺക്രീറ്റിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ഡീമെറിറ്റായ വീക്ക് ഇൻ ടെൻഷൻ എന്ന ആ ഒരു ഡീമെറിറ്റിനെ സ്റ്റീൽ ബാർസ് ആഡ് ചെയ്യുന്നതിലൂടെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതുവഴി കോൺക്രീറ്റിന് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് കൊടുക്കാനായിട്ടും സാധിച്ചു. സ്റ്റീൽ ബാർസ് ആഡ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് വാർണിംഗ് ബിഫോർ ഫെയില്യൂർ. ഫെയില്യൂറിന് മുന്നേ ഒരു വാർണിംഗ് തരാൻ തുടങ്ങി. അതായത് ക്രാക്സിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റോർഷന്റെ രൂപത്തിലോ ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു വാർണിംഗ് നമുക്ക് തരാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് വാർണിംഗ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഒന്നുകിൽ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു മാർഗം നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനുള്ള ഒരു മാർഗം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് PCCയും RCCയും തമ്മിലുള്ള വ്യത്യാസം. PCCയിൽ സ്റ്റീൽ ബാർസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, RCCയിൽ സ്റ്റീൽ ബാർസ് നമ്മൾ ഉപയോഗിക്കുന്നു. PCC RCC സ്റ്റീൽ ബാർസ് ഇല്ലാത്തത് കൊണ്ട് PCC വീക്ക് ഇൻ ടെൻഷൻ ആണ്. സ്റ്റീൽ ബാർസ് ഉള്ളത് കൊണ്ട് തന്നെ RCC സ്ട്രോങ് ഇൻ ടെൻഷൻ ആണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഡിസൈൻ ഫിലോസഫീസിനെ പറ്റിയാണ്. ഡിസൈൻ ഫിലോസഫീസിനെ പറ്റി വിശദമായിട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ സംസാരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിസൈൻ ഒബ്ജക്റ്റീവ്സിനാണ്. ഡിസൈൻ ഫിലോസഫിക്കകത്ത് വരുന്ന ഡിസൈൻ ഒബ്ജക്റ്റീവ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തിനാണ് ഒരു കോൺക്രീറ്റ് ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ബീം അല്ലെങ്കിൽ ഒരു കോളം അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഡിസൈൻ ചെയ്ത് വയ്ക്കുന്നത്? ഡിസൈൻ ഒന്നും ഇല്ലാതെ നോർമലായിട്ട് നമുക്ക് വയ്ക്കാൻ പാടില്ലേ എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരാം. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ കോഡിലെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് തുടങ്ങിയവയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസൈനിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് എ സ്ട്രക്ചർ. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റിയാണ് ആദ്യം നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് സ്റ്റെബിലിറ്റി? Stability is the ability
ഓഫ് എ സ്ട്രക്ചർ ടു വിത്ത്സ്റ്റാൻഡ് ഇൻ ഫെയിലിയർ. ഫെയിൽ ആകാതെ ഒരു സ്ട്രക്ചർ നിൽക്കാൻ അല്ലെങ്കിൽ ലോഡ് ഒരു സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ വരച്ചു. ഈ ഫ്രെയിംഡ് സ്ട്രക്ചറിൽ ഒരു ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനൊരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? ഈ ഫ്രെയിംഡ് സ്ട്രക്ചർ മറിഞ്ഞ് വീഴാനുള്ള, ഓവർടേൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ആ സ്ട്രക്ചർ അങ്ങനെ ഓവർടേൺ ചെയ്താൽ ആ സ്ട്രക്ചർ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ ആ സ്ട്രക്ചർ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമുക്ക് ഉണ്ടാകണമെങ്കിൽ വരുന്ന ലോഡ് കാരണം സ്ട്രക്ചറിന് യാതൊരു കേടുപാടോ സംഭവിക്കാൻ പാടില്ല. അത് തന്നെയാണ് അവിടുത്തെ സ്റ്റെബിലിറ്റി കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഈ വരുന്ന ഹൊറിസോണ്ടൽ ലോഡ് കാരണം ഈ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ത് ചെയ്യാൻ പാടില്ല? ഓവർടേൺ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഫെയിൽ ആകാതെ, ഓവർടേൺ ചെയ്യാതെ ആ ഫ്രെയിംഡ് സ്ട്രക്ചർ അങ്ങനെ തന്നെ നിൽക്കണം. അങ്ങനെ നിൽക്കാനുള്ള ആ സ്ട്രക്ചറിന്റെ എബിലിറ്റിയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് എക്സാമ്പിൾസ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇൻ കേസ് ഓഫ് കോളം, കോളത്തിന്റെ കേസിലാണെങ്കിൽ, കോളം നമുക്കറിയാം ഒരു വെർട്ടിക്കൽ മെമ്പറാണ് കോളം എന്ന് പറയുന്നത്. രണ്ട് എൻഡ് ഫിക്സ്ഡ് ആയിരിക്കാം. അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമില്ല. ഒരു കോളം ഉണ്ട്. അപ്പോൾ കോളത്തിൽ വരുന്ന ലോഡ് എന്തായിരിക്കും? വെർട്ടിക്കൽ ലോഡായിരിക്കും. ആ വെർട്ടിക്കൽ ലോഡ് കാരണം എന്ത് സംഭവിക്കും? കോളം ബെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? ബക്ലിംഗ് സംഭവിക്കാം. അപ്പോൾ കോളം ഫെയിൽ ആകുന്നുണ്ട് എങ്കിൽ അത് ഏതിലൂടെ മാത്രമേ ഫെയിൽ ആകത്തുള്ളൂ? ബക്ലിങ്ങിലൂടെ മാത്രമേ ഫെയിൽ ആകത്തുള്ളൂ. എന്നാൽ അങ്ങനെ ഫെയിൽ ആകാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സ്ട്രക്ചർ ബക്ലിങ്ങിനെ ഓവർകം ചെയ്ത് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള സ്ട്രക്ചർ ആയിരിക്കണം. അപ്പോൾ അത് തന്നെയാണ് കോളത്തിന്റെ കേസിലും പറയുന്നത്. കോളം സ്റ്റേബിൾ ആകണമെങ്കിൽ എ സ്റ്റേബിൾ കോളം വിൽ വിത്ത്സ്റ്റാൻഡ് ബക്ലിംഗ്. ബക്ലിങ്ങിനെ അതിജീവിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു സ്റ്റേബിൾ കോളത്തിന് ഉണ്ടായിരിക്കണം. അതുപോലെ ഫ്രെയിംഡ് സ്ട്രക്ചറിന്റെ കേസ് പറയുകയാണെങ്കിൽ എന്താണ്? ഓവർടേണിങ്ങിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറിന് ഉണ്ടാകണം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ് സ്ട്രെങ്ത്. ഒരു സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ലോഡ്സ് കമ്മിങ് ടു ഇറ്റ്. ഒരു സ്ട്രക്ചറിലേക്ക് വരുന്ന, ഇപ്പോൾ കോളം ആണെങ്കിൽ കോളത്തിലേക്ക് വരുന്ന ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അതായത് വരുന്ന ലോഡ് കാരണം യാതൊരു തരത്തിലും അത് പൊടിഞ്ഞു പോകാൻ പാടില്ല. സ്ട്രക്ചറിന്റെ മെറ്റീരിയൽ പൊടിഞ്ഞു പോകാൻ പാടില്ല, അല്ലെങ്കിൽ മെറ്റീരിയൽ ഫെയിൽ ആകാൻ പാടില്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദ ലോഡ്സ് കമ്മിങ് ടു ഇറ്റ്. ആ സ്ട്രക്ചറിലേക്ക് വരുന്ന ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ വിളിക്കുന്ന പേരാണ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ പ്രോപ്പർട്ടീസിനെയാണ്. നമ്മൾ അവിടെ ആ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ആ സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇത് PSCക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഇനി നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് താഴെ എഴുതിയിട്ടുള്ളത്. ഡിസൈൻ സ്ട്രെസ് മസ്റ്റ് ബി ലെസ് ദാൻ സ്ട്രെസ് ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ ഡിസൈൻ സ്ട്രെസ്, നമ്മുടെ ഡിസൈനിന്റെ കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു വാല്യൂ, അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ട്രെസ് നമ്മൾ അസ്യൂം ചെയ്യും. അതിനെയാണ് ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത്. ആ ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ സ്ട്രെസ്സിനേക്കാൾ കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? അതൊരു പ്രോപ്പർ ഡിസൈൻ അല്ലെങ്കിൽ സ്റ്റേബിൾ ഡിസൈൻ എന്ന് പറയാൻ സാധിക്കുള്ളൂ. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് സർവീസബിലിറ്റി. സർവീസബിലിറ്റി ഓഫ് എ സ്ട്രക്ചർ. സർവീസബിലിറ്റി ഓഫ് എ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ സ്ട്രക്ചർ ടു ബി യൂസ്ഡ് ഫോർ ദ ഹോൾ ലൈഫ് സ്പാൻ ഫോർ ദ പർപ്പസ് ടു വിച്ച് ഇറ്റ് വാസ് ബിൽറ്റ്. എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ആ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഏത് പർപ്പസിനാണോ കൺസ്ട്രക്ട് ചെയ്തത് ആ പർപ്പസ് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് സർവീസബിലിറ്റിക്കകത്ത് പറയുന്നത്. ഒരു നിശ്ചിത സമയം വരെ എന്താണ്? ആ നിശ്ചിത സമയം വരെയും ആ എന്ത് പർപ്പസിനാണോ ആ സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് ആ പർപ്പസ് അത് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് സർവീസബിലിറ്റി എന്ന് പറയുന്ന പോയിന്റിനകത്ത് ഓർത്തിരിക്കേണ്ടത്. അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. അത് ഞാൻ കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് 50 വർഷമാണ് ഇത് ഒരു ഹോസ്പിറ്റലായിട്ട് നിൽക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സർവീസബിലിറ്റിക്കകത്ത് പറയുന്നത് ഈ ബിൽഡിംഗ് 50 വർഷവും ഹോസ്പിറ്റലായിട്ട് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളതാണ് സർവീസബിലിറ്റി കണ്ടീഷനകത്ത് പറയുന്നത്. സർവീസബിലിറ്റിക്ക് അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഡിസൈൻ ഫോർ ഡിഫ്ലക്ഷൻ, ക്രാക്സ്, വൈബ്രേഷൻ എക്സെട്ര.
അപ്പോൾ സർവീസബിലിറ്റി കണ്ടീഷൻസിനകത്ത് വരുന്ന ഫാക്ടേഴ്സ് ആണ് ഡിഫ്ലക്ഷൻസ്, ക്രാക്സ് ആൻഡ് വൈബ്രേഷൻസ്. നാലാമത്തെ പോയിന്റ് ആണ് എക്കണോമിക് കണ്ടീഷൻസ്. എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ എക്കണോമിക്കലായിട്ട്, എന്നാൽ ഈ മുകളിൽ പറഞ്ഞ 3 ഫാക്ടേഴ്സിനും കോട്ടം സംഭവിക്കാതെ മാക്സിമം എക്കണോമിക്കലായിട്ട് എങ്ങനെ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാം എന്നതാണ് ഡിസൈൻ ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിലൂടെ എന്താണ് ഒരു എഞ്ചിനീയർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ 4 ഡിസൈൻ ഒബ്ജക്റ്റീവ്സിലൂടെ നമ്മൾ പഠിച്ചത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്. PSC എക്സാംസിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗമാണ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടിയാണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിന്റെ ഗ്രേഡ്സ് സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് M ഫോളോഡ് ബൈ ലെറ്റർ M ഫോളോഡ് ബൈ നമ്പർ. M എന്ന് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നു, അതിനോടൊപ്പം ചേർത്ത് ഒരു നമ്പർ നമ്മൾ എഴുതുന്നു. ഇതാണ് ഗ്രേഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതി. ഇതിൽ M എന്ന് പറയുന്നത് മിക്സ് ആണ്. അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന നമ്പർ എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ മെഗാ പാസ്കൽ ആണ്. കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ മെഗാ പാസ്കൽ. അപ്പോൾ M20 എന്ന് പറയുമ്പോൾ M എന്ന് പറയുന്നത് മിക്സ് ആണ്, 20 എന്ന് പറയുന്നത് ആ കോൺക്രീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 മെഗാ പാസ്കൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല റേഷ്യോസിന്റെ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. M5 എന്ന് പറയുമ്പോൾ മിക്സ് 5 ആണ്. ദെൻ 5 എന്ന് പറയുന്ന നമ്പർ എന്താണ് ഉദ്ദേശിക്കുന്നത്? കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ആ മിക്സിൽ കിട്ടുന്ന കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 5 മെഗാ പാസ്കൽ ആണ്. അതുപോലെ M15 ഉണ്ട്, M20 ഉണ്ട്, M25 ഉണ്ട്, M30 ഉണ്ട്. അങ്ങനെ ഒത്തിരി മിക്സസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗ്രേഡ് കണ്ടുപിടിക്കുന്ന രീതി ഇതാണ് PSCക്ക് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ചോദ്യം. എങ്ങനെയാണ് ഒരു കോൺക്രീറ്റിന്റെ ഗ്രേഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ക്യൂബ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ക്യൂബിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രേഡ് കണ്ടുപിടിക്കുന്നത്. അതായത് നിശ്ചിത മിക്സിൽ ഉള്ള ഒരു കോൺക്രീറ്റ് മിക്സ് നമ്മൾ തയ്യാറാക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോൺക്രീറ്റ് ക്യൂബ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ ക്യൂബ് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂബ് ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഗ്രേഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പല ഗ്രേഡിലുള്ള കോൺക്രീറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. M5 മുതൽ M30 ഹയർ ഗ്രേഡിലുള്ള കോൺക്രീറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഗ്രേഡ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്യൂബ് ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രേഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. M20 എന്ന് പറയുന്നതാണ് സാധാരണ M ഫോളോഡ് ബൈ എ നമ്പർ ആണ് ഒരു ഗ്രേഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ M എന്ന് പറയുന്നത് മിക്സ് ആണ്, അതിനടുത്ത് കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഒന്നാമത്തെ ഗ്രേഡ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിലെ ഒന്നാമത്തേതാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് റിസൾട്ട്സ് ഫെയിൽസ് ഓർ ഫോൾസ്. അതായത് ഞാനൊരു മിക്സ് എടുത്തു. M20 എന്ന് പറയുന്ന ഒരു മിക്സ് ഞാൻ എടുത്തു. M20 എന്ന് പറയുന്ന മിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 100 ക്യൂബ് കാസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. 100 ക്യൂബ് ഞാൻ കാസ്റ്റ് ചെയ്തു. 100 ക്യൂബ് കാസ്റ്റ് ചെയ്തപ്പോൾ അതിൽ 95 എണ്ണവും സക്സസ് ആയി എന്ന് വിചാരിക്കുക, 5 എണ്ണം ഫെയിൽ ആയി എന്ന് വിചാരിക്കുക. 95 എണ്ണം സക്സസ് ആയി എന്ന് വിചാരിക്കുക, 5 എണ്ണം ഫെയിൽ ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് നല്ലൊരു ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള മിക്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഞാൻ ഇവിടെ ഉപയോഗിച്ച ഈ മിക്സ് ക്വാളിറ്റി ഉള്ളതാണ് എന്നാണ് ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് നമ്മൾ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണോ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത് അതിൽ 5% താഴെ മാത്രമേ ഫെയിലിയർ ഉണ്ടാകാൻ പാടുള്ളൂ. 95% എന്തായിരിക്കണം? വിജയമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാകും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഡെഫിനിഷൻ ഇതാണ്. ഇറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ
below which not more than 5% of results fails. 5% കൂടുതൽ എന്താകാൻ പാടില്ല, ഫെയിൽ ആകാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിനകത്ത് പറഞ്ഞ എന്താണ്, 100 ക്യൂബ് ഞാൻ ഉണ്ടാക്കി M20 മിക്സ് ഉപയോഗിച്ച്, അതിൽ 95 എണ്ണം സക്സസ് ആണ്, 5 എണ്ണം മാത്രമാണ് ഫെയിൽ. അപ്പോൾ അതുകൊണ്ട് എന്തെന്ന് പറയാം, M20 ഒരു നല്ല മിക്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് PSCക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. FCK = FM - 1.645S. അതിൽ FCK എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. FM എന്ന് പറയുന്നത് മീൻ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. S എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ പല പ്രാവശ്യം PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത്തേത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ FCK. എങ്ങനെയാണ് കോൺക്രീറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? FCKയുടെ ബേസിസിൽ കോൺക്രീറ്റിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 3 ആയിട്ടാണ് പ്രധാനമായിട്ടും കോൺക്രീറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ FCK. FCK വാല്യൂസ് അനുസരിച്ച് 3 രീതിയിലാണ് കോൺക്രീറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് ആൻഡ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് ആൻഡ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. M10 മുതൽ M20 വരെയുള്ള മിക്സസിനെയാണ് ഓർഡിനറി കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓർഡിനറി കോൺക്രീറ്റിനകത്ത് വരുന്ന ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, M10 മുതൽ M20 വരെ. ദെൻ രണ്ടാമത്തെ കാറ്റഗറിയാണ് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്. M25 മുതൽ M55 വരെയുള്ള ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. M60 മുതൽ M80 വരെയുള്ള ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. അപ്പോൾ 3 രീതിയിലാണ് കോൺക്രീറ്റിനെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്തിന്റെ ബേസിസിൽ കോൺക്രീറ്റിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് ആൻഡ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. M10 മുതൽ M20 വരെയുള്ള മിക്സിനെ ഓർഡിനറി കോൺക്രീറ്റ് എന്ന് പറയുന്നു. M25 മുതൽ M55 വരെയുള്ള മിക്സിനെ സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നു. M60 മുതൽ M80 വരെയുള്ള മിക്സിനെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ്. PSCക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ് ഈ ക്ലാസിഫിക്കേഷനിൽ നിന്ന്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്തിലെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ് ക്യാരക്ടറിസ്റ്റിക് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ക്യാരക്ടറിസ്റ്റിക് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനകത്ത് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്. യൂഷ്വലി ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് കൺസിഡർഡ് ആസ് 10 to 15% ഓഫ് ഇറ്റ്സ് കംപ്രസീവ് സ്ട്രെങ്ത്. കംപ്രസീവ് സ്ട്രെങ്തിന്റെ 10 മുതൽ 15% വരെയാണ് എന്തെന്ന് പറയുന്നത് കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരു 1-2 തവണ PSCക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ ഇതായിരുന്നു 7 to 15%. അതും PSCയുടെ ഒരു ആൻസർ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. 10 to 15% ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ 7 to 15% ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് എന്നും പറയാറുണ്ട്. കോൺക്രീറ്റിൽ ചെയ്യുന്ന ടെൻസൈൽ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നും PSCക്ക് ചോദിക്കാറുണ്ട്. 3 ടെൻസൈൽ ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും കോൺക്രീറ്റിൽ ചെയ്യുന്നത്. ഡയറക്റ്റ് ടെൻസൈൽ ടെസ്റ്റ്, സ്പ്ലിറ്റ് ടെൻസൈൽ ടെസ്റ്റ്, ഫ്ലെക്ചറൽ ടെൻസൈൽ ടെസ്റ്റ്. ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെസ്സിന്റെ ഫിഗർ ആണ് ഈ ഒന്നാമത് കാണിച്ചിട്ടുള്ളത്. എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു കോൺക്രീറ്റ് സ്പെസിമെനിൽ ആക്സിയലി അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആക്സിയലി മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യുന്നു, പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഉണ്ടാകും, ക്രാക്ക് സംഭവിക്കും. അപ്പോൾ അതിലൂടെ എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എത്രയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് സ്പ്ലിറ്റ് ടെൻസൈൽ ടെസ്റ്റ്. സ്പ്ലിറ്റ് ടെൻസൈൽ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് സിലിണ്ടർ ഉപയോഗിച്ചാണ് നമ്മൾ സ്പ്ലിറ്റ് ടെൻസൈൽ ടെസ്റ്റ് ചെയ്യുന്നത്. സിലിണ്ടറിനെ ഈ ഫിഗറിൽ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിംഗ് മെഷീനിൽ പ്ലേസ് ചെയ്യുന്നു, ലോഡ് അപ്ലൈ ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന ക്രാക്കിന്റെ പാറ്റേൺ അനുസരിച്ചാണ് സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മൂന്നാമത്തെ ടെൻസൈൽ ടെസ്റ്റ് ആണ് ഫ്ലെക്ചറൽ ടെൻസൈൽ ടെസ്റ്റ്. ഒരു ബീം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലെക്ചറൽ ടെൻസൈൽ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അവിടെ ചെയ്യുന്നത് ബീമിനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് പ്ലേസ് ചെയ്യുന്നു. ബീമിന്റെ 2 പോയിന്റ്സിലായിട്ട് ലോഡ് അപ്ലൈ ചെയ്യുന്നു. വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടുള്ള ലോഡ് അപ്ലൈ ചെയ്യുന്നു. ആ ലോഡ് കാരണം എന്തുണ്ടാകുന്നു, ഫ്രാക്ചർ സംഭവിക്കുന്നു. ആ ഫ്രാക്ചർ പാറ്റേണിലൂടെ ഫ്ലെക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ ആ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 3 ടെൻസൈൽ ടെസ്റ്റുകളാണ് സാധാരണ ചെയ്യുന്നത്. അവയുടെ പേരുകൾ ഏതൊക്കെയാണ്? ഡയറക്റ്റ് ടെൻസൈൽ ടെസ്റ്റ്, സ്പ്ലിറ്റ് ടെൻസൈൽ ടെസ്റ്റ്, ഫ്ലെക്ചറൽ ടെൻസൈൽ ടെസ്റ്റ്.
കോൺക്രീറ്റിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടേം ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലെക്ചറൽ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റപ്ചർ അല്ലെങ്കിൽ ബെൻഡിങ് ടെൻസൈൽ സ്ട്രെസ്. എന്താണ് ഫ്ലെക്ചറൽ മോഡുലസ് അല്ലെങ്കിൽ എന്താണ് മോഡുലസ് ഓഫ് റപ്ചർ അല്ലെങ്കിൽ എന്താണ് ബെൻഡിങ് ടെൻസൈൽ സ്ട്രെസ് എന്ന് നമുക്കൊന്ന് പഠിക്കാം. PSCക്ക് പലതവണ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ഫ്ലെക്ചറൽ മോഡുലസ്? ഫ്ലെക്ചറൽ മോഡുലസ് ഈസ് ദ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഇൻ എ കോൺക്രീറ്റ് സ്ട്രക്ചർ. ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലെ ഉണ്ടാകാൻ സാധ്യതയുള്ള മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെക്ചറൽ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റപ്ചർ അല്ലെങ്കിൽ ബെൻഡിങ് ടെൻസൈൽ സ്ട്രെസ്. ബെൻഡിങ് ടെൻസൈൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. FR is equal to 0.07 root FCK. 0.07 root FCK എന്നതാണ് ഇവിടുത്തെ ഇക്വേഷൻ. FR is equal to 0.7 root FCK. ഇത് എംപിരിക്കൽ ഇക്വേഷൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. തിയററ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് M/Z എന്ന് പറയുന്നതാണ് ഫ്ലെക്ചറൽ മോഡുലസ് കണ്ടുപിടിക്കേണ്ട തിയററ്റിക്കൽ ഇക്വേഷൻ. എംപിരിക്കൽ ഇക്വേഷൻ ആണ് PSCക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. എംപിരിക്കൽ ഇക്വേഷൻ ഈസ് FR is equal to 0.7 root FCK. അപ്പോൾ എന്താണ് ഫ്ലെക്ചറൽ മോഡുലസ് എന്നുള്ള ഡെഫിനിഷനും ഓർത്തു വയ്ക്കുക. ഇറ്റ് ഈസ് ദ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഇൻ എ കോൺക്രീറ്റ് സ്ട്രക്ചർ. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടി തന്നെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ തന്നെ രണ്ട് തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് കാണാറുള്ളത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു: ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. EC മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ. രണ്ട് തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു: ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അവയ്ക്ക് കാരണമാകുന്നത് എന്തൊക്കെയാണ്? ഷോർട്ട് ടേം ഇലാസ്റ്റിക് മോഡുലസിന് കാരണമാകുന്നത് ഇൻസ്റ്റന്റേനിയസ് ലോഡ് ആണ്. ഇൻസ്റ്റന്റേനിയസ് ലോഡ് ആക്ടിങ് ഓൺ എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന ഇൻസ്റ്റന്റേനിയസ് ലോഡുകൾ കാരണം ഉണ്ടാകുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എന്നാൽ ക്രീപ്പ്, ഷ്രിങ്കേജ് തുടങ്ങിയവ കാരണം ഉണ്ടാകുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന ഇൻസ്റ്റന്റേനിയസ് ലോഡ് കാരണം ഉണ്ടാകുന്ന ഇലാസ്റ്റിസിറ്റിയാണ് ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എന്നാൽ ക്രീപ്പ്, ഷ്രിങ്കേജ് തുടങ്ങിയ ഒരു ഡ്യൂറേഷൻ, ഒരു പർട്ടിക്കുലർ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നിൽക്കുന്ന ലോഡുകൾ കാരണം ഉണ്ടാകുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ മറ്റൊരു പേരും നമ്മൾ പറയാറുണ്ട്: എഫക്റ്റീവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എഫക്റ്റീവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എഫക്റ്റീവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ECE. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലെ ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കാം. IS 456 നമുക്കറിയാം, കോൺക്രീറ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കോഡാണ് IS 456. അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് PSC എക്സാംസിൽ വളരെ സ്ഥിരമായിട്ട് ഈ IS കോഡുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഈ IS കോഡുകളെല്ലാം ഓർത്തു വെക്കുക. IS 456-2000 എന്ന കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺക്രീറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ആ IS 456-2000 എന്ന കോഡിലെ ക്ലോസ് 6.2.3.1 ക്ലോസ് 6.2.3.1 എന്ന ക്ലോസ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ EC is equal to 5000 root FCK. 5000 root FCK. അപ്പോൾ IS 456-2000 അതായത് ലേറ്റസ്റ്റ് കോഡ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് കോഡ് പ്രകാരം ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ EC is equal to 5000 root FCK ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ പഴയ കോഡ്, ഓൾഡർ വെർഷൻ ഓഫ് കോഡ് IS 456ന്റെ ഓൾഡർ വെർഷൻ അനുസരിച്ച് ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ 5700 root FCK. 5700 root FCK.
ഇവിടെ ഒരു 0 അധികം കിടക്കുന്നതാണ്. 5700 ആണ്. 5700 റൂട്ട് FCK എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് പണ്ട് കാലങ്ങളിൽ ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിച്ചിരുന്നത്. എന്നാൽ പുതിയ കോഡിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്, 5000 റൂട്ട് FCK. അപ്പോൾ ഇതും PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്, ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ലോങ് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ എഫക്റ്റീവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ECE ഈസ് ഈക്വൽ ടു EC എന്താണ്? ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിവൈഡഡ് ബൈ 1 പ്ലസ് തീറ്റ. ECE ഈസ് ഈക്വൽ ടു EC ഡിവൈഡഡ് ബൈ 1 പ്ലസ് തീറ്റ, വേർ EC എന്ന് പറയുന്നത് ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. തീറ്റ എന്ന് പറയുന്നത് ക്രീപ്പ് കോഎഫിഷ്യന്റ് ആണ്. ക്രീപ്പ് കോഎഫിഷ്യന്റ്. അപ്പോൾ ക്രീപ്പ് കോഎഫിഷ്യന്റിനെ പറ്റി നമുക്ക് IS കോഡിനകത്ത് പല വാല്യൂസ് പറയുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. അതിലേക്ക് നമുക്ക് നോക്കാം. ക്രീപ്പ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് IS കോഡിലെ IS 456-2000 ക്ലോസ് 6.2.5.1. ക്ലോസ് ഓർത്തിരിക്കേണ്ട, നിങ്ങൾ കോഡ് മാത്രം ഓർത്തിരിക്കുക. കോഡാണ് വളരെ പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ക്രീപ്പ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനായിട്ട് ഏത് കോഡാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ചോദിക്കാം. IS 456-2000. IS 456-2000 ഈ പറഞ്ഞിരിക്കുന്ന 6.2.5.1 എന്ന ക്ലോസിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തീറ്റയ്ക്ക് പല പല വാല്യൂസ്, ക്രീപ്പ് കോഎഫിഷ്യന്റ് പല പല വാല്യൂസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് 7 ദിവസമാണെങ്കിൽ, അതായത് 7 ഡേയ്സ് ക്യൂറിംഗ് കഴിഞ്ഞ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ അവിടുത്തെ ക്രീപ്പ് കോഎഫിഷ്യന്റ്, അല്ലെങ്കിൽ 7 ഡേയ്സ് ലോഡിംഗ് കഴിഞ്ഞ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അവിടുത്തെ ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 2.2 ആയിരിക്കും. 28 ഡേയ്സ് ലോഡിംഗ് കഴിഞ്ഞ സ്ട്രക്ചർ ആണെങ്കിൽ അവിടുത്തെ ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1.6 ആണ്. 1 ഇയർ ലോഡിംഗ് കഴിഞ്ഞ ഒരു സ്ട്രക്ചർ ആണ് എങ്കിൽ അവിടുത്തെ ക്രീപ്പ് കോഎഫിഷ്യന്റിന്റെ വാല്യൂ 1.1 ആയിരിക്കും. ഈ വാല്യൂസ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. PSCക്ക് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. 7 ഡേ ലോഡിങ്ങിന്റെ ക്രീപ്പ് കോഎഫിഷ്യന്റ് എത്രയാണ്? 2.2. 28 ഡേയ്സ് ലോഡിങ്ങിന്റെ ക്രീപ്പ് കോഎഫിഷ്യന്റ് എത്രയാണ്? 1.6. 1 ഇയർ ലോഡിങ്ങിന്റെ ക്രീപ്പ് കോഎഫിഷ്യന്റ് എത്രയാണ്? 1.1. ഈ വാല്യൂസ് ഓർത്തിരിക്കുക. നാലാമത്തെ പ്രോപ്പർട്ടിയാണ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിന്റെ ഡ്യൂറബിലിറ്റി നമുക്ക് ആ വേർഡിൽ തന്നെ ഉണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ സ്ട്രക്ചർ to withstand all chemical actions, weathering actions and other environmental conditions. Chemical actionsനെയും weathering actionsനെയും മറ്റ് environmental conditions ആയ മഴ, വെയിൽ, മഞ്ഞ് തുടങ്ങിയ environmental conditionsനെ എല്ലാം withstand ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഡ്യൂറബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് PSCക്ക് അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഡ്യൂറബിലിറ്റി അത്ര പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ല, എന്നാലും ഓർത്തിരിക്കുക, നമുക്ക് വേഗത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ഡ്യൂറബിലിറ്റി. അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ് ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ്. ആദ്യം നമുക്ക് ഷ്രിങ്കേജ് എന്താണെന്ന് നോക്കാം. ഷ്രിങ്കേജ് എന്താണ്? റിഡക്ഷൻ ഇൻ വോളിയം. വോളിയത്തിൽ ഉണ്ടാകുന്ന ഒരു കുറവിനെയാണ് എന്ത് പറയുന്നത്? ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഷ്രിങ്കേജിന് കാരണമാകുന്നത്, പ്രധാനമായിട്ടും ഷ്രിങ്കേജിന് കാരണമാകുന്നത് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് എന്ത് സംഭവിക്കാം? ഷ്രിങ്കേജ് സംഭവിക്കാം. സൈസ് ഓഫ് ദ മെമ്പറിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഷ്രിങ്കേജിന്റെ അളവ് എന്ന് പറയുന്നത്. ദെൻ എൻവയോൺമെന്റൽ കണ്ടീഷൻസ്. കൂടുതൽ ഡ്രൈ ആണെങ്കിൽ പെട്ടെന്ന് ഷ്രിങ്കേജ് സംഭവിക്കാം. കൂടുതൽ വെള്ളം അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സ്ഥലമാണെങ്കിൽ ബൾക്കിംഗ് സംഭവിക്കാം. അപ്പോൾ എൻവയോൺമെന്റൽ കണ്ടീഷൻസിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഷ്രിങ്കേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് PSCക്ക് ചോദിക്കാറുള്ളത്. കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് കോൺക്രീറ്റ്, സൈസ് ഓഫ് ദ മെമ്പർ, എൻവയോൺമെന്റൽ കണ്ടീഷൻസ്. ടോട്ടൽ ഷ്രിങ്കേജ് വാല്യൂ or total shrinkage strain ന്റെ വാല്യൂ എത്രയാണെന്ന് PSCക്ക് ചോദിക്കാറുണ്ട്. 0.0003. ടോട്ടൽ ഷ്രിങ്കേജ് വാല്യൂ എന്ന് പറയുന്നത് 0.0003 ആണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, PSCക്ക് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഇനി ക്രീപ്പിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രീപ്പിന് കാരണമാകുന്ന ഫാക്ടേഴ്സ്, ഷ്രിങ്കേജിന് കാരണമാകുന്ന ഫാക്ടേഴ്സിന് പുറമെ ഏജ് ഓഫ് ലോഡിംഗ്, ഡ്യൂറേഷൻ ഓഫ് ലോഡിംഗ് തുടങ്ങിയ 2 ഫാക്ടേഴ്സ് കൂടെ എന്തിന് കാരണമാകുന്നു? ക്രീപ്പിന് കാരണമാകുന്നു. ഷ്രിങ്കേജിന് കാരണമാകുന്ന ഫാക്ടേഴ്സിന് പുറമെ ഏജ് ഓഫ് ലോഡിംഗ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ലോഡിംഗ് എന്തിന് കാരണമാകുന്നു? ക്രീപ്പിന് കാരണമാകുന്നു. ക്രീപ്പ് കോഎഫിഷ്യന്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ വിശദീകരിച്ചു. അത് തന്നെയാണ് ഇവിടെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലോഡിംഗ് മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ലോഡിങ്ങിന്റെ ഡ്യൂറേഷൻ മാറുന്നതനുസരിച്ച് എന്ത് മാറുന്നു? ക്രീപ്പ് കോഎഫിഷ്യന്റിന്റെ വാല്യൂസ് മാറാറുണ്ട്.
വാല്യൂസ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചത് ഷ്രിങ്കേജിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ടോട്ടൽ ഷ്രിങ്കേജ് വാല്യൂ എത്രയാണ്, ക്രീപ്പിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കോൺക്രീറ്റിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. കോൺക്രീറ്റിന്റെ എന്തിനാണ് ഡിസൈനിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് എന്താണ്, RCCയും PCCയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ ലെസണിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുവാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ബാർസ്. റീഇൻഫോഴ്സ്മെന്റ് ബാർസിന്റെ ക്ലാസിഫിക്കേഷൻ. റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന RCCക്ക് ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ബാർസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ മീഡിയം ടെൻസൈൽ സ്റ്റീൽ ബാർ. മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ മീഡിയം ടെൻസൈൽ സ്റ്റീൽ ബാർ. ജനറലി നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Fe250 എന്ന ഗ്രേഡ് ഉപയോഗിച്ചാണ്. Fe250 ഗ്രേഡിൽ വരുന്ന സ്റ്റീലാണ് പ്രധാനമായും മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ മീഡിയം ടെൻസൈൽ സ്റ്റീൽ ബാർ എന്ന് അറിയപ്പെടുന്നത്. മൈൽഡ് സ്റ്റീലിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലിന്റെ പ്രോപ്പർട്ടീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന IS കോഡാണ് IS 432 പാർട്ട് 1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSCക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ് ഈ IS കോഡുകളെ പറ്റി. അപ്പോൾ മൈൽഡ് സ്റ്റീലിനെ അല്ലെങ്കിൽ Fe250 സ്റ്റീലിനെ പറ്റി വിശദീകരിക്കുന്ന കോഡാണ് IS 432 പാർട്ട് 1. രണ്ടാമത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റീൽ ബാർ ആണ് ഹൈ സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസ്. HYSD ബാർസ് എന്ന് നമ്മൾ പറയും. ഹൈ സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസ്. ഹൈ സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന IS കോഡാണ് IS 1786. IS 1786. മൂന്നാമത്തെ തരത്തിലുള്ള ഒരു സ്റ്റീൽ ബാറാണ് ഹാർഡ് ഡ്രോൺ സ്റ്റീൽ. ഹാർഡ് ഡ്രോൺ സ്റ്റീൽ. ഹാർഡ് ഡ്രോൺ സ്റ്റീലിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന IS കോഡാണ് IS 1566. നാലാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റീൽ ബാർ ആണ് സ്ട്രക്ചറൽ സ്റ്റീൽസ്. സ്ട്രക്ചറൽ സ്റ്റീൽസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന IS കോഡാണ് IS 2062 ഗ്രേഡ് 2. അപ്പോൾ 4 തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ബാർസ് ആണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, കോൺക്രീറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ Fe250, ഹൈ സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസ്, ഹാർഡ് ഡ്രോൺ സ്റ്റീൽ, സ്ട്രക്ചറൽ സ്റ്റീൽസ്. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് IS കോഡുകളെ പറ്റിയാണ്. ഓരോ സ്റ്റീലിനെയും അതിന്റെ പ്രോപ്പർട്ടീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന IS കോഡുകൾ ഏതാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഓർത്തി വെക്കുക. കാരണം PSCക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ IS കോഡുകളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ലെസണിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. പാർട്ട് 1 എന്ന് പറയുന്ന RCCയുടെ പാർട്ട് 1 ലെസണിൽ നമ്മൾ കവർ ചെയ്തത്. അടുത്ത ലെസണിൽ പാർട്ട് 2ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഫിലോസഫീസിനെ പറ്റിയാണ്. ഡിസൈൻ ഫിലോസഫീസിൽ പ്രധാനപ്പെട്ട വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. 3 ഡിസൈൻ ഫിലോസഫീസ് ആണ് സാധാരണ ഉള്ളത്. ആ 3 ഡിസൈൻ ഫിലോസഫീസിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ പറ്റിയാണ് വിശദമായിട്ട് അടുത്ത ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, the ratio of cement, sand and coarse aggregate in M25. So the ratio of cement, sand and coarse aggregate in M25 concrete mix ആണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. 1:5:10, 1:3:6, 1:2:10 and 1:1:2. അപ്പോൾ ഈ തന്നിട്ടുള്ളവയിൽ ഏതാണ് M25നെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് 1:1:2. ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ഉത്തരം. ഓപ്ഷൻ D 1:1:2. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സെലക്ട് recommended proportion of concrete mix for heavily loaded RCC column and RCC arches of long span. താഴെ തന്നിട്ടുള്ളവയിൽ ഹെവി ലോഡഡ് RCC കോളംസ് ആൻഡ് RCC ആർച്ചസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. 1:2:2, 1:1:2, 1:3:6, 1:4:8. അപ്പോൾ റേഷ്യോസ് കാണാതെ പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. RCC കോളംസ്, RCC ആർച്ചസ്,
അതിൽ ഒരുപാട് ലോഡ് വരുന്നെങ്കിൽ ഏത് മിക്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് എപ്പോഴും അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത്. അല്ലാതെ ഈ 1:2:2 1:1:2 തുടങ്ങിയ എല്ലാ റേഷ്യോസും നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, ഹെവിലി ലോഡഡ് കോളം അല്ലെങ്കിൽ ഹെവിലി ലോഡഡ് RCC ആർച്ചസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സ് ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. ഓപ്ഷൻ ബി 1:1:2. അതായത് M25 എന്ന് പറയുന്ന മിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, RCC കോളംസ് ആൻഡ് RCC ആർച്ചസ് നമ്മൾ ചെയ്യുന്നത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേർഡ് ഇതാണ്, ഹെവിലി ലോഡഡ് RCC കോളം. വരുന്നതിൽ നിന്ന് സാധാരണയിൽ നിന്ന് ഒത്തിരി ലോഡ് വരുന്ന കോളംസിന്റെ കേസസ് ആണ് ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് റെക്കമെൻഡഡ് പ്രൊപ്പോർഷൻ ഓഫ് കോൺക്രീറ്റ് മിക്സ് ഫോർ മാസ് കോൺക്രീറ്റ് വർക്ക് ഇൻ കൾവേർട്സ്, റീറ്റെയിനിങ് വാൾസ് എക്സെട്ര. കൾവേർട്സ്, റീറ്റെയിനിങ് വാൾസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏത് മിക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. 1:2:2, 1:1:2, 1:3:6 and 1:4:8. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 1:3:6 ആണ്. അതായത് കൾവേർട്സ്, റീറ്റെയിനിങ് വാൾ തുടങ്ങിയ മാസ് സ്ട്രക്ചേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിക്സ് എന്ന് പറയുന്നത് 1:3:6 ആണ്. അടുത്ത ചോദ്യം നോക്കാം. Which one is recommended proportion of concrete mix for mass concrete work for heavy walls, foundation footings, etc. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ മാസ് കോൺക്രീറ്റ് ആയിരുന്നു, ഇതും മാസ് കോൺക്രീറ്റ് ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഹെവി വാൾസ്, ഫൗണ്ടേഷൻ ഫൂട്ടിങ്സിന്റെ റേഷ്യോയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. 1:1:2, 1:3:6, 1:5:10, 1:4:8. അപ്പൊ ഇനി ഈ 4 ഓപ്ഷൻസിൽ നിന്ന് ഫൗണ്ടേഷൻ ഫൂട്ടിങ്സിനും ഹെവി വാൾസിനും ഉപയോഗിക്കുന്ന മാസ് കോൺക്രീറ്റ് മിക്സ് ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1:4:8. അപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് RCCക്കകത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങളാണ് ഇവയെല്ലാം. അടുത്ത ചോദ്യം നോക്കാം. The compressive strength of concrete mix is expressed in. The compressive strength of concrete mix is expressed in. നമുക്കറിയാം കംപ്രസീവ് സ്ട്രെങ്ത് നമുക്കറിയാം എന്താണ്, നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്ന M ഒരു നമ്പർ. ഇപ്പൊ M20 ആണെങ്കിൽ ഈ 20 ആണ് എന്തെന്ന് പറയുന്നത്, കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആ സ്ലൈഡിൽ കണ്ടു, അതിന്റെ യൂണിറ്റ് എന്താണ്, മെഗാ പാസ്കൽ. മെഗാ പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കംപ്രസീവ് സ്ട്രെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ മെഗാ പാസ്കൽ ഏതാണെന്ന് നോക്കാം. പാസ്കൽ അല്ല, നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ല മെഗാ പാസ്കൽ എന്ന് പറയുന്നത്, ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറും അല്ല മെഗാ പാസ്കൽ എന്ന് പറയുന്നത്. മെഗാ പാസ്കൽ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് മിക്സ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മെഗാ പാസ്കൽ ഓർ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. യൂണിറ്റ് വെയിറ്റ് ഓഫ് RCC ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന യൂണിറ്റിൽ RCCയുടെ യൂണിറ്റ് വെയിറ്റ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1200 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 1800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 2400 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 3000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് RCC എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 2400 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അടുത്ത ചോദ്യം. ഇൻ ദ കോൺക്രീറ്റ് പാർട്ടീഷൻ വാൾ the concrete mixture usually used. പാർട്ടീഷൻ വാളിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സ്ചർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പാർട്ടീഷൻ വാൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അധികം ലോഡ് വരാത്ത സ്ട്രക്ചർ ആണ് ഈ പാർട്ടീഷൻ വാൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പാർട്ടീഷൻ വാൾ ചെയ്യാനായിട്ട് നമുക്ക് താഴെ തന്നിട്ടുള്ളവയിൽ ഏത് മിക്സ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ചോദ്യം. M10, M20, M50, M25. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്തിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഓർത്തിരിക്കേണ്ടത്. ഓർഡിനറി കോൺക്രീറ്റ് ഉണ്ട്, ദെൻ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ എന്താണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യങ്ങൾ ഓർക്കേണ്ടത് എന്താണ്, പാർട്ടീഷൻ വാളാണ്. പാർട്ടീഷൻ വാൾ ആകുമ്പോൾ അതിനകത്ത് ലോഡ് വരുന്നുണ്ടോ?
ഇല്ല, ലോഡ് വരുന്നത് വളരെ കുറവായിരിക്കും. വെറുതെ എന്താണ് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമാണ് ആർക്കുള്ളത്, ഇവിടെ പാർട്ടീഷൻ വാൾസിന് ഉള്ളത്. അപ്പോൾ പാർട്ടീഷൻ വാൾസിന് ഉപയോഗിക്കാൻ പറ്റുന്ന കോൺക്രീറ്റ് മിക്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് M10. M10 മിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺക്രീറ്റ് പാർട്ടീഷൻ വാൾസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. Which IS code gives the specification of hard drawn steel bars? Hard drawn steel barsന്റെ IS കോഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. IS 1566, IS 800, IS 1076, IS 456. ഉത്തരം ഓപ്ഷൻ സി, IS 1076. അടുത്ത ചോദ്യം നോക്കാം. As per IS 456-2000, the creep coefficient for 7-day loaded structure is. Creep coefficient ന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. 7 day ആണ് ലോഡഡ് സ്ട്രക്ചർ, ലോഡിംഗ് പീരീഡ് 7 day ആണെന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് 1.1, 2.6, 2.2 and 1.6. ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.1, 2.6, 2.2, 1.6 എല്ലാം കണ്ടുപരിചയമുള്ള വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1.1 എന്ന് പറയുന്നത് ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ടേബിളിനകത്ത് നമ്മൾ കണ്ട ഒരു വാല്യൂ തന്നെയാണ്. എത്രയാണ്? 1 year ലോഡിംഗ്. 1 year ലോഡിങ്ങിന് ഉള്ള ക്രീപ്പ് കോഎഫിഷ്യന്റ് വാല്യൂ ആണ് 1.1 എന്ന് പറയുന്നത്. ആൻഡ് ഫോർ 28 days ഇറ്റ് ഈസ് 1.6 ആൻഡ് ഇറ്റ് ഈസ് 2.2 ഫോർ 7 days. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം, 2.2. അടുത്ത ചോദ്യം നോക്കാം. The short term elastic modulus is the result of. ഷോർട്ട് ടേം ഇലാസ്റ്റിക് മോഡുലസിന് കാരണമാകുന്നത് ഈ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഇൻസ്റ്റന്റേനിയസ് ലോഡ്. അപ്പോൾ കോൺക്രീറ്റിന്റെ ബേസിക് പ്രോപ്പർട്ടീസ്, ഡിസൈൻ ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, RCC PCC തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സ്റ്റീൽ ബാർസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി. അതിന്റെ ബേസിസിൽ PSCക്ക് ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ലെസണിലൂടെ ഡിസ്കസ് ചെയ്തത്. ഡിസൈൻ ഫിലോസഫീസിന്റെ വിശദാംശങ്ങളും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിന്റെ ഡീറ്റെയിൽഡ് ഭാഗങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.